ഉറങ്ങാൻ കിടക്കുന്നതിന് ശേഷം ഫാത്തിയൊക്കെ ഓതിയിട്ട് അവസാനം കിടക്കുന്നതിന് മുമ്പ് ചില ലീ ഹംസത്തുന്നത്തു ഫീ ബിഹാ ഹർറൽ വബാഇൽ ഹാത്തിമ അൽ മുസ്തഫ വൽ മുർത്തള വബ്നാഹുമാ വൽ ഫാത്തിമ. ഇത് 5 വട്ടം ചൊല്ലിയിട്ടേ കിടക്കുള്ളൂ. അതിനെന്താ കേട്? നല്ല തന്നെയല്ലേ? അല്ല, നല്ലതല്ല. എന്തുകൊണ്ട്? ഈ 5 ആളേ ഉള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുർത്തള അലി റളിയല്ലാഹു തആല അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതിന് മുമ്പുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിടെ പോയി, ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിടെ പോയി, ഒന്നുമില്ല. അതെന്നെ ചെയ്യാണെന്നുണ്ടെങ്കിൽ മഅ്ദിനിലെ മുദർരിസായ സുലൈമാൻ ഫൈസി പറയുന്നത് മൂപ്പരവാദാണ്. ഇത് പാറന്നൂര് പി പി മൊയ്തീൻകുട്ടി മുസ്ലിയാരെ കൻസുൽ ഇബാദ എന്നുള്ള മൗലിദിൽ കൊടുത്തതാ. അത് ഷിയയാണെന്നാണ് മഅ്ദിനിലെ മുദർരിസായ സുലൈമാൻ ഫൈസി പറയുന്നത്. സമസ്തയുടെ പല ആശയങ്ങളും ഷിയാക്കളുടെ ആശയങ്ങളായ പോലെ തന്നെ ഇതും എന്താണ്, സമസ്തയിൽ നിറഞ്ഞ് ആർക്കും കാണാവുന്ന രൂപത്തിൽ സമസ്തയുടെ പല ഗ്രന്ഥങ്ങളിലും അവരുടെ പല അടയാളങ്ങളിലും ഇതുണ്ട്. ഇതൊക്കെ ഷിയാ വിശ്വാസമാണ്. മൂപ്പർ പറയുമ്പോൾ അദ്ദേഹത്തെക്കാൾ തലമുതിർന്ന സമസ്തക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരുന്ന മുസ്ലിയാക്കന്മാർ കൂടി എന്താണ്, പ്രതികളാണ്. കൻസുൽ ഇബാദ്, ഇതാണ് കിതാബ്. കൻസുൽ ഇബാദ് പറഞ്ഞാൽ സമസ്തയുടെ വളരെ മുഷാവറയിൽപ്പെട്ട മുസ്ലിയാരായിരുന്നു ആര്? പി പി മൊഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ പാറന് മുഷാവറയാണ്. അതേപോലെ തന്നെ പല അവരെ യുവജന ഘടകത്തിന്റെ തലപ്പത്ത് വന്ന ആളാണ്. സമസ്തക്ക് എല്ലാ നിലക്കും വേണ്ടപ്പെട്ട ആളാണ്. കൻസുൽ ഇബാദ് കുറേ പതിപ്പുകൾ ഉണ്ട്. 8ാം പതിപ്പാണിത്. എൻ്റെ കയ്യിൽ 8ാം പതിപ്പാണ്. 1, 2 അല്ല, 8ാം പതിപ്പ്. ഇനി ഇതിന്റെ ഈ കിതാബിനെ പരിചയപ്പെടുത്തുന്ന എന്തായാലും വിശ്വാസികൾ നെഞ്ചേറ്റിയ ഗ്രന്ഥമാണിത്. മസ്ജിദിലും മദ്രസയിലും വീടുകളിലും സൂക്ഷിക്കാവുന്ന ഈ ഗ്രന്ഥത്തിന്റെ അണിയറ ശില്പികളെ പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കുന്നു എന്നാണ്. പള്ളിയിൽ വേണം, വീട്ടിൽ വേണം, എല്ലായിടത്തും വേണം. ആ നിലക്ക് കാണുന്ന ഒരു മുതലാണ് ഈ കിതാബ്. ഈ കിതാബിന്റെ ഉള്ളിലാണ് എന്തുള്ളത് അറിയോ? നേരത്തെ കീശേരി ഫൈസി പറഞ്ഞ ഷിയായിസാണ് എന്ന് പറഞ്ഞ് തള്ളി ആ ബൈത്ത്, തവസ്സുൽ ബൈത്ത് കൂടിയിരിക്കുന്നത് ഈ കിതാബിലാണ്. സമസ്തയാണ് തീരുമാനിക്കേണ്ടത്, തീരുമാനമാക്കേണ്ട സമസ്തയാണ്. കാരണം ഞങ്ങൾക്ക് ഷിയായിസ് അല്ല, ഞങ്ങൾ ഷിയാക്കളല്ല എന്ന് പറയുന്നു. അതോടൊപ്പം ഷിയായിസം ഇവിടെ ശരിക്കും എന്ത് ചെയ്യുന്നു, സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ AP വിഭാഗം സമസ്ത മറുപടി പറയേണ്ടതാണ്. കാരണം സമസ്ത കേരള സുന്നി യുവജന സംഘം 60ാം വാർഷികോപഹാരം, ഇതൊന്നും സമസ്തക്ക് ഞങ്ങളല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിലും അഹ്ലുൽ അബാ എന്ന് 133ാമത്തെ പേജിൽ അഹ്ലുൽ അബാ എന്ന ഷിയാ വിശ്വാസം അവിടെ ഉണ്ട്, പ്രത്യേക ഹെഡിങ്. എന്നിട്ട് ആ 5 പേര് കൊടുത്തിട്ട് ഈ പഞ്ചചന്ദ്ര നക്ഷത്രങ്ങൾക്കും കേട്ടോ, ശരിക്കും ഈ അടയാളം വെച്ച് ഷിയാക്കൾ കൊണ്ടു നടക്കുന്ന പഞ്ചചന്ദ്ര നക്ഷത്രങ്ങൾക്കും അവരിൽ നിന്ന് ഉത്ഭവിച്ച താരകങ്ങൾക്കും നബി കുടുംബത്തിൽ നിന്ന് പ്രത്യേക പദവിയുണ്ട്, പണ്ട് ലോകത്ത് പക്ഷാന്തരമില്ല എന്ന് പറഞ്ഞ് ശരിക്കും ഇവിടെ ഇവരാണ് അഹുൽ അബ എന്ന് പറഞ്ഞത്. ഇതിനാണ് സമസ്ത ഉത്തരം പറയേണ്ടത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം അവർക്ക് നടന്നോട്ടെ. ഈ ഉപഹാരത്തിലുള്ള തെറ്റാണ്. ഇത് ഷിയായിസാണ്. കെൻസുൽ ഇബാദിൽ ഷിയായിസാണ്. തവസ്സുൽ ബൈത്ത് പാടുക. പകരാഹസനം നേരത്തെ കാണിച്ച പകരാഹസനം എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര രൂക്ഷമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. കൻസുൽ ഇബാദ് ഇത് ഷിയായിസ് അത്ര എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചുകൊണ്ട് വിമർശിക്കുന്നുണ്ട്. നമുക്ക് സമൂഹത്തിന് ഇവർ കൊടുക്കേണ്ട ഫലം എന്താണ്? ഇത് ഷിയായിസാണ്, ഇനി ഈ കിതാബുകൾ ഉണ്ടാവില്ല. ഈ മാലക്ക് ഇത് ഇപ്പോൾ മങ്കൂസ് മൗലിദിൽ നെയ് പ്രകാശം വെച്ച തുടങ്ങണ തന്നെ, ഔജദ കൽക്ക നൂറ് തന്നെ തുടങ്ങണ തന്നെ. അപ്പോൾ ഏത് മാലക്കിതാബ് എടുത്തു നോക്കിയാലും ഷിയായിസാണ്. ഇത് EK സമസ്തക്കാർ പ്രതിയാകുന്ന വലിയ സാധനമാണ്. കാരണം എല്ലാ ആലിക്കുട്ടി മുസ്ലിയാരാകട്ടെ അങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരൊക്കെ ആശംസ പറഞ്ഞു കൊടുത്ത ഔലിയായി രാജകളി തൃപ്പനച്ചി ഉസ്താദ് എന്ന മഞ്ചേരിയിലെ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ ജാറത്തിൽ ആ മക്ബറയിൽ ഇന്നും പാറി കളിക്കുന്ന കുടിമള്ള എന്താ അറിയോ? ഈ തവസ്സുൽ ബൈത്താണ്. അപ്പോൾ ഇതൊക്കെ സമൂഹം ഇങ്ങനെ കാണുക, അത് ഷിയായിസാന്ന് പറയാ എന്ന് പറയുമ്പോൾ ശരിക്ക് വിശ്വാസപരമായി സമൂഹത്തെ വഞ്ചിക്കലാണ്, അവരെ കബളിപ്പിക്കലാണ്. സമസ്തയിൽ നിന്ന് ഈ ഷിയായിസം ഒഴിവായി കഴിഞ്ഞാൽ സമസ്ത മരിച്ചു. ഇത് ഷിയായിസമാണെന്ന് പറഞ്ഞാൽ സമസ്ത അങ്ങനെ ഓരോന്നോരോന്ന് തള്ളാൻ നിൽക്കുകയാണെങ്കിൽ സമസ്തയിൽ ഷിയായിസം അല്ലാത്ത എന്താണുള്ളത് എന്നാണ് തിരിച്ചു വയ്ക്കാറുള്ളത്. അവിടുത്തെ ഖബർ പൂജ ഷിയായിസാണ്. അതുപോലെ തന്നെ വ്യക്തികൾക്ക് പുണ്യം കൽപ്പിക്കൽ ഷിയായിസാണ്. ഈ പറഞ്ഞ മൗലൂദ് അടക്കമുള്ള സാധനങ്ങൾ ഷിയായിസാണ്. ഇവർ എന്തെല്ലാമാണോ, അതായത് നെഹ്സാകട്ടെ ജന്മദിനാഘോഷങ്ങളാകട്ടെ എല്ലാം ഷിയായിസാണ്.